വി ഡി സതീശിൻ്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ പുതുതായി അധികാരമേറ്റെടുത്തിരിക്കുകയാണ്. വലിയ ആവേശത്തോടെയാണ് ആളുകളൊക്കെ പരിപാടിയിൽ പങ്കെടുത്തത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ അധികാരത്തിന് പുറത്തിരിക്കുകയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആരവമാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്, വലിയ ആഹ്ലാദമാണ് അവർ അനുഭവിക്കുന്നത്. പക്ഷേ വലിയൊരു തർക്കങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നീണ്ട പ്രതിസന്ധികൾക്ക് ശേഷമാണ് 10 ദിവസത്തോളം സർക്കാരിന് ഉണ്ടാക്കാനുള്ള വ്യക്തമായ ഭൂരിപക്ഷം 3-2 ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും നേതാവ് ആരായിരിക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളൊരു തർക്കങ്ങളൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ വി ഡി സതീശനെ അവർ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ, അത് മല്ലികാർജ്ജുൻ ഖാർഗെയുണ്ട്, അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്. ഇവരെല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും പങ്കെടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയൊരു വലിയൊരു ചടങ്ങാണ് നടന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആവേശമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ആവേശം എത്രത്തോളം കോൺഗ്രസ്സിന് നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. കാരണം ഈ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളൊക്കെ കോൺഗ്രസ്സിലെ കൂടുതൽ അംഗങ്ങളും KC വേണുഗോപാലിനോട് കൂറ് പുലർത്തുന്ന ആളുകളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഒരു മന്ത്രിസഭ പ്രവർത്തിച്ച് വരുന്ന സമയത്ത് അവർ ആ ഗ്രൂപ്പ് വൈര്യങ്ങളൊന്നും നോക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പ് വ്യത്യാസങ്ങളൊന്നും നോക്കാൻ സാധ്യതയില്ല. ഒരു പക്ഷേ എല്ലാവരും KC വേണുഗോപാലിൻ്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട്, കാരണം ഒരു മന്ത്രിസഭ എന്ന് പറയുന്ന സമയത്ത് ഉത്തരവാദിത്വമാണ്, അവിടെ അവർ ഗ്രൂപ്പ് ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ളതൊരു പോസിറ്റീവായിട്ട് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ വളരെ സീനിയറായിട്ടുള്ള രമേശ് ചെന്നിത്തലയുണ്ട്. അദ്ദേഹവും KC വേണുഗോപാൽ VD സതീശിൻ്റെ കീഴിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ KC വേണുഗോപാൽ പുറത്തുനിന്ന് പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കുമായിരിക്കാം. ഇതൊക്കെ തന്നെയാണെങ്കിലും അതേപോലെ മുസ്ലിം ലീഗ് കുറേയൊക്കെ പിണങ്ങി നിന്നിരുന്നതാണ്. കാരണം അവരുദ്ദേശിച്ച രീതിയിൽ VD സതീശിനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അത് നടക്കുമോ എന്നറിഞ്ഞ് ഒരു ഉറപ്പില്ലാത്ത സമയത്താണ് തങ്ങൾ ഇനി മന്ത്രിസഭയിൽ ചേരില്ല എന്നുള്ള സന്ദേശങ്ങളൊക്കെ അവർ കൊടുത്തു എന്നാണ് തുടക്കത്തിൽ നമ്മൾ അറിഞ്ഞത്. എന്ത് തന്നെയാലും ഇപ്പോൾ ഒരുമിച്ച് തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് പോകുന്നത്. പക്ഷേ ഇത് എത്രത്തോളം കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ മുമ്പിലൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ അവർ വലിയ ശക്തി അല്ലാതായിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളും അവരുടെ കയ്യിലിപ്പം ചുരുങ്ങിയ സംസ്ഥാനങ്ങൾ മാത്രമാണുള്ളത്. പക്ഷേ ഈ ഒരു കേരളത്തിലെ വിജയം ഒരു പക്ഷേ അവരെയൊക്കെ കുറച്ചൊക്കെ ആശ്വസിപ്പിച്ചിരിക്കാം. ഇപ്പോൾ കേരളത്തിലെ നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ 2 ടേമിലായിട്ട് 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്നത് BJP സർക്കാരായിരുന്നു. കാരണം BJP സർക്കാർ 2014 മുതൽ കേന്ദ്രത്തിൽ അധികാരത്തിലാണ്. 2016 മുതലാണ് പിണറായി വിജയൻ, 2016 മുതൽ 2021 വരെ ആദ്യ ടേമും 2021 മുതൽ 2026 വരെ രണ്ടാമത്തെ ടേമും. ഈ സമയത്തൊക്കെ ഒരു കേന്ദ്ര വിരുദ്ധ സമീപനമാണ് പൊതുവെ പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം അത് കേന്ദ്രത്തിൻ്റെ നയപരിപാടികൾ മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ എല്ലാ സമീപനങ്ങളോടും വിരുദ്ധത പുലർത്തുന്നൊരു നിലപാടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചത്. അതേപോലെ തന്നെ ദേശീയ തലത്തിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നയങ്ങൾ, തീരുമാനങ്ങൾ അവയൊക്കെ തന്നെ ഒരുപക്ഷെ അത് കേരളത്തിന് ബാധകമാകാത്താകും, എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളൊരു രാഷ്ട്രീയമായ സമീപനമായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. അപ്പം കോൺഗ്രസ് ആണെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും ദേശീയ തലത്തിൽ അവർ BJPക്ക് എതിരായതുകൊണ്ട് ഈ ഒരു സർക്കാരിനെ ആ വക കാര്യങ്ങളൊക്കെ തന്നെ എതിർക്കുക, അതേസമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരമായ പരാജയത്തെ വിമർശിക്കുക, ഈ ഒരു നിലപാടായിരുന്നു കേരളത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിപക്ഷം. അതായത് ആദ്യത്തെ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലും രണ്ടാമത്തെ ഘട്ടത്തിൽ VD സതീശിൻ്റെ നേതൃത്വത്തിലും ഉണ്ടായിരുന്ന കേരളത്തിലെ UDF പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നത്. നിയമസഭയ്ക്കകത്തും കേരളത്തിനകത്തും അവർ LDFനെ ശക്തമായിട്ട് എതിർക്കുന്നു. അതേസമയത്ത് ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ അവർ ശക്തമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്നു. നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് യുനാനിമസ് ആയിട്ടുള്ള ഐകകണ്ഠേനയുള്ള പ്രമേയങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള 5-6 പ്രമേയങ്ങളാണ് കേരള നിയമസഭ പാസ്സാക്കിയത്. അപ്പം കേന്ദ്രത്തിൽ തന്നെ നിരവധി തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ വലിയ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന അല്ലെങ്കിൽ വലിയ ദേശീയ പ്രാധാന്യമുള്ള നിരവധി തീരുമാനങ്ങൾ എടുത്തിരുന്നു. പ്രത്യേകിച്ച് കാശ്മീർ സംസ്ഥാനത്തിന് പ്രത്യേക പദവി കൊടുക്കുന്ന 370-ാം വകുപ്പ് അവരെടുത്തു കളഞ്ഞിരുന്നു. അതുപോലെ തന്നെ
പൗരത്വ ഭേദഗതി ബിൽ അവർ കൊണ്ടുവന്നു, അതവർ നിയമമാക്കി കഴിഞ്ഞു. അതേപോലെ തന്നെ പിന്നെ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തി. മുത്തലാഖ് നിരോധിച്ചു. അപ്പോൾ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ശക്തമായിട്ട് BJP വിരുദ്ധ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും അതോടൊപ്പം തന്നെ ആരും സ്വീകരിച്ചിരുന്നത് കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന UDF സ്വീകരിച്ചിരുന്നത്. ഇന്നിപ്പം UDF ഭരണത്തിലേക്ക് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഏറ്റവും അധികം കേരളം പ്രതിസന്ധി നേരിടാൻ പോകുന്നത് സാമ്പത്തിക രംഗത്താണ്. കാരണം കേരള സർക്കാർ തന്നെ നമ്മൾ നിലനിൽക്കുന്നത് റെമിറ്റൻസ്, അതായത് വിദേശ മലയാളികൾ അയക്കുന്ന പണത്തിൻ്റെ മുകളിലാണ് കേരളത്തിലെ സമ്പദ്ഘടന തന്നെ മുന്നോട്ട് പോകുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമായ കൃഷിയില്ല, നമുക്ക് ആവശ്യമായ വ്യവസായങ്ങളില്ല. ഇപ്പോൾ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം തൊഴിലില്ലായ്മയുള്ളത്. അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ നമ്മൾ വളരെ പുറകിലാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലുമായിട്ട് കേരളത്തിന് പുറത്തേക്കും രാജ്യത്തിന് പുറത്തേക്കുമായിട്ട് നിരവധി പേരിങ്ങനെ നമ്മളെ യുവാക്കളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അപ്പം കേരളത്തിൽ അങ്ങനെ ഒരു വലിയൊരു മൗലികമായ മാറ്റം വരണമെങ്കിൽ, കേരളത്തിനൊരു പുരോഗതി ഉണ്ടാവണമെങ്കിൽ കേരളത്തിൽ നിരവധി വ്യവസായങ്ങൾ വളരേണ്ടിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള വ്യവസായങ്ങൾ വളരേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് IT മേഖല. ഇപ്പോൾ IT മേഖലയൊക്കെ കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോയതാണ്. കാരണം തുടക്കത്തിൽ നമ്മളാണ് തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് കർണാടകത്തിലേക്കും ആന്ധ്രയിലേക്കൊക്കെ തന്നെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് 10,000-കണക്കിന് മലയാളികളാണ് ബാംഗ്ലൂരിലും അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ജോലിക്ക് വേണ്ടി കഴിയുന്നത്. അപ്പം ഈ തരത്തിലുള്ള വ്യവസായങ്ങളൊക്കെ തന്നെ കേരളത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാമായിരുന്നു. അപ്പോൾ അതുപോലെ നിരവധി വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ കേരളത്തിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരണമെങ്കിൽ കേരളത്തിലെ സർക്കാരിന് ഒരു ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കണം. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയാണ്. ഇപ്പം ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് കേന്ദ്രവുമായിട്ടൊരു ഏറ്റുമുട്ടലിനാണ് LDF സർക്കാർ ശ്രമിച്ചത്. നമുക്കറിയാം, നിരവധി ജനോപകാരപ്രദമായ പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സമയത്തൊക്കെ കേരളത്തിൽ ഞങ്ങളത് നടപ്പിലാക്കുന്നില്ല. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അവർ കേരളത്തിൽ നടപ്പിലാക്കാൻ തയ്യാറല്ല, കാരണം ഞങ്ങൾക്ക് വേറെ പദ്ധതികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കേന്ദ്ര പദ്ധതി, ഇപ്പോൾ PM ശ്രീ, വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന PM ശ്രീ പദ്ധതി. അപ്പോൾ ഈ PM ശ്രീ പദ്ധതിയുടെ പേരിലാണ് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. കാരണം ഈ PM ശ്രീ പദ്ധതിയിൽ ചേർന്നില്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള മറ്റ് പല കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന ധനസഹായങ്ങളൊക്കെ തടസ്സപ്പെടും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്ന സമയത്ത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ വേണ്ടി മുന്നണിയുടെ, അതായത് CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളോട് ആലോചിക്കാതെ തന്നെ തീരുമാനിച്ചു എന്നുള്ളതായിരുന്നു കുറ്റം. അപ്പോൾ ഇതിൻ്റെ പേരിൽ CPI ഒക്കെ ബഹളം ഉണ്ടാക്കി. അപ്പം കേരളത്തിലെ UDF, അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന UDF പറഞ്ഞ എന്താണ്, പിണറായി വിജയനും കേന്ദ്ര സർക്കാരും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണുള്ളത്. അതായത് BJP, കേന്ദ്രം ഭരിക്കുന്ന BJPയും സംസ്ഥാനം ഭരിക്കുന്ന LDFിൻ്റെ തലപ്പത്തുള്ള CPM തമ്മിലൊരു ധാരണ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. ഒടുവിൽ ഞങ്ങളതിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്നൊക്കെ പറയേണ്ടി വന്നു. അവിടെ മുന്നണിക്കകത്ത് പ്രശ്നമുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഒരു കേന്ദ്ര വിരുദ്ധ സമീപനം സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നു. പിന്നെ മറുഭാഗത്ത് അവരുടെ കൂടെ UDFിൻ്റെ കൂടെയുള്ള മുസ്ലിം ലീഗും അങ്ങനെ ഒരു BJP ആയിട്ട് സഹകരിച്ച് പോകുന്നതിനെയൊക്കെ പരമാവധി എതിർക്കുന്നൊരു നിലപാടായിരിക്കും സ്വീകരിച്ചിരിക്കുക. പക്ഷേ ഇപ്പോൾ ഇനി എത്രത്തോളം അങ്ങനെ ഒരു കണ്ണുമടച്ച് ഒരു കേന്ദ്ര വിരുദ്ധ സമീപനവുമായിട്ട് VD സതീശന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലൊരു വിഷയം. കാരണം ഇതുവരെ അവർ പ്രതിപക്ഷത്തായിരുന്നു. അപ്പോൾ അവർക്ക് എന്തിനേയും കണ്ണുമടച്ച് എതിർക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അവർ ഭരണപക്ഷത്താണ്. ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ യൂണിറ്ററിയാണ് നമ്മുടെ ഭരണഘടനയുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെ പൂർണ്ണമായിട്ട് നിരാകരിച്ചുകൊണ്ട് കേരളത്തെ പോലത്തെ ഒരു സംസ്ഥാനത്ത്, ഒരുപക്ഷെ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും പറ്റുമായിരിക്കും, പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ പിറകിലാണ്. അത് എല്ലാവർക്കും അറിയാം. ഇപ്പം ധനകാര്യ വകുപ്പ് തന്നെ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ വന്നിരിക്കുകയാണ്. അപ്പം ഒന്ന് കേന്ദ്രവുമായിട്ട് എങ്ങനെയാണ് ഒരു യോജിപ്പിൻ്റെ പാത, ഒരു ചർച്ചകളുടെയും സമവായത്തിൻ്റെയും പാത സ്വീകരിക്കുമോ അതോ ഒരു ഏറ്റുമുട്ടലിൻ്റെ പാത സ്വീകരിക്കുമോ എന്നുള്ളൊരു വിഷയമാണ് VD സതീശനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ളത്. അപ്പം അങ്ങനെ ഇതുവരെ അദ്ദേഹത്തിന് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് BJP സർക്കാരിനെ വിമർശിക്കാമായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ഭരണകക്ഷിയുടെ നേതാവാണ്. ഒരുപക്ഷെ CPMന് ദേശീയ തലത്തിൽ
വലിയ റോളൊന്നുമില്ലെങ്കിലും അവരൊരു ഐഡിയോളജിക്കൽ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞങ്ങൾ BJP സർക്കാരിൻ്റെ എല്ലാ നിലപാടുകളെയും എതിർക്കുന്നത് എന്ന് പറഞ്ഞത്. പക്ഷെ അവർക്ക് അങ്ങനെ കാര്യമായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞില്ല. സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പോവാത്തത് കൊണ്ടാണ് പലപ്പോഴും തിരിച്ചടി ഉണ്ടായത്. നമുക്കിപ്പോൾ തിരിച്ചടി ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഭരണവിരുദ്ധ വികാരത്തിന് ഇടയായ പല കാര്യങ്ങൾ എന്തുകൊണ്ടാണ്? ഒന്നൊരു സ്മൂത്തായിട്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ളൊരു ബന്ധം നേരെയാവാതെ പോയതും അതിനൊരു കാരണമാണ്, അല്ലെങ്കിൽ ആ കാരണങ്ങളിൽ ഒരു ഘടകമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. അങ്ങനെ നോക്കുന്ന സമയത്ത് VD സതീശൻ എന്തൊരു നിലപാടായിരിക്കും സ്വീകരിക്കുക? കേന്ദ്രവുമായിട്ട് യോജിച്ചു പോവുമോ? കേന്ദ്രവുമായിട്ട് ഏറ്റുമുട്ടലിൻ്റെ ഒരു പാത സ്വീകരിക്കുമോ? ഏറ്റുമുട്ടലിൻ്റെ പാത സ്വീകരിച്ചാൽ അത് കേന്ദ്രത്തിനും ഗുണമായിരിക്കില്ല, സംസ്ഥാനത്തിനും ഗുണമായിരിക്കില്ല, അതേപോലെ തന്നെ പാർട്ടികൾക്കും ഗുണമായിരിക്കില്ല. ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ കേരളത്തെ പോലെ ഇനിയും വികസന പ്രവർത്തനങ്ങൾ ഇനിയും ആവശ്യമായ ഒരുപാട് മേഖലകൾ നമുക്കുണ്ട്. അപ്പം കേന്ദ്രത്തിന് സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പല കാര്യങ്ങളിലും കഴിയൂ. അപ്പം നമുക്കൊരു നമ്മൾ അവകാശവാദങ്ങളൊക്കെ കൂടുതൽ പുറപ്പെടുവിക്കുന്നതിന് പകരം കേന്ദ്രവുമായിട്ട് രമ്യമായ രീതിയിൽ പോകുന്നതായിരിക്കും VD സതീശനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലത് എന്നാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ. അദ്ദേഹം ആ ഒരു ഐഡിയോളജിക്കൽ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ശക്തമായ BJP വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുമെങ്കിൽ പോലും VD സതീശൻ എടുക്കാൻ പോകുന്ന നിലപാട് കേന്ദ്രവുമായിട്ട് രമ്യതയിൽ പോവുക എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇപ്പം അദ്ദേഹം നേരിട്ട് പേഴ്സണലി BJP സംസ്ഥാന പ്രസിഡന്റിനെ അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിളിച്ചിരുന്നു. അദ്ദേഹത്തെ വേദിയിൽ മറ്റ് പ്രമുഖ നേതാക്കളോടൊപ്പം, പ്രതിപക്ഷ നേതാക്കളോടൊപ്പം മാന്യമായിട്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ ഇതൊക്കെ നൽകുന്ന സൂചനകൾ കേന്ദ്രവുമായിട്ട് യോജിച്ചു പോകാനുള്ളൊരു രീതിയാണ് VD സതീശൻ്റെത് എന്നാണ്. അതിനെ കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതൃത്വം ഏത് രീതിയിലൊരു സമീപനമായിരിക്കും എടുക്കുക എന്നുള്ളതാണ് ഒരു വിഷയം. ഏറ്റവും പ്രധാനമായിട്ട് VD സതീശന് മുമ്പിൽ വരാൻ പോകുന്നത് PM ശ്രീ പദ്ധതിയാണ്. കാരണം ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ പലപ്പോഴും കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങളാണ് കേരളത്തിന് നഷ്ടമാകുന്നത്. രാഷ്ട്രീയമായി നോക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ നിരവധി സർക്കാരുകൾ, ഈ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് സർക്കാരാണ്, അതുപോലെ തന്നെ തെലങ്കാനയിൽ കോൺഗ്രസിൻ്റെ സർക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ തന്നെ PM ശ്രീ പദ്ധതിയായിട്ട് യോജിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ആകെ തമിഴ്നാടും കേരളവും മാത്രമാണ് പദ്ധതിയിൽ ഒപ്പുവെക്കാത്തത്. അപ്പം ഇനിയും കേരളം ഇക്കാര്യത്തിലൊരു എന്തൊരു തീരുമാനമെടുക്കും എന്നറിയാൻ കൂടിയാണ് ആളുകളൊക്കെ വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നത്.